ഹായ് എവ്രി വൺ. നമ്മളിന്ന് ബ്രില്യൻറ്റ് സയൻസ് ഒളിമ്പിയാഡ് പവേർഡ് ബൈ മലയാള മനോരമയുടെ സിലബസ് ഡിസ്കഷനാണ്. മാത്തമാറ്റിക്സിൻ്റെ പോർഷനിലെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചോദിക്കുന്നത് എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ BSO മാത്തമാറ്റിക്സ് ക്ലാസ് 5ൻ്റെ സിലബസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് കാണാം. മെയിൻ ടോപ്പിക്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സിലബസിൽ നമ്പേഴ്സ്, ഇറ്റ്സ് ബേസിക് ഓപ്പറേഷൻസ് ആൻഡ് കമ്പാരിസൺ, ദെൻ ഫ്രാക്ഷൻസ്, ഫാക്ടേഴ്സ് ആൻഡ് മൾട്ടിപ്പിൾസ്, പ്രൈം നമ്പേഴ്സ്, ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ ആൻഡ് സ്ക്വയർ, ആൻഡ് ദെൻ പാറ്റേൺസ്. നമുക്കിതിൽ ഓരോ ടോപ്പിക്കും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് വൺ, നമ്പേഴ്സ്, ബേസിക് ഓപ്പറേഷൻ ആൻഡ് കമ്പാരിസൺ. എന്തൊക്കെയാണ് നമുക്കിതിൽ മെയിനായിട്ട് പഠിക്കേണ്ടത്? നമുക്ക് വലിയ നമ്പേഴ്സ്, ലാർജ് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ, സബ്ട്രാക്റ്റ് ചെയ്യാൻ, മൾട്ടിപ്ലൈ ചെയ്യാൻ, ഡിവൈഡ് ചെയ്യാൻ അറിയണം. അതിൻ്റെ പ്ലേസ് വാല്യൂ, പൊസിഷൻ വാല്യൂ ഇതെല്ലാം അറിഞ്ഞിരിക്കണം. ആൻഡ് മാത്തമാറ്റിക്കൽ സിമ്പിൾസ്, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇതെല്ലാം കറക്റ്റ്ലി പ്ലേസ് ചെയ്യാൻ അറിയണം. ഏത് നമ്പറാണ് വലുത്, ഏത് നമ്പറാണ് ചെറുത്, കമ്പയർ ചെയ്യണം. സോ നമ്പേഴ്സ് കമ്പയർ ചെയ്യാനായിട്ടും നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമായിരിക്കും. നെക്സ്റ്റ് മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ഫ്രാക്ഷൻസ് ആണ്. ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻസ് ഉണ്ട്. പ്രോപ്പർ ഫ്രാക്ഷൻസ്, ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ്, ആൻഡ് ദെൻ നമുക്ക് ഫ്രാക്ഷൻസ് കമ്പയർ ചെയ്യാൻ അറിയണം. ഏതാണ് വലുത്, ഏതാണ് ചെറുത്, ലീസ്റ്റ് വൺ എമോങ് ദ ലിസ്റ്റ്, അങ്ങനെയൊക്കെ ഫ്രാക്ഷൻസിൽ നിന്ന് ക്വസ്റ്റ്യനെ എക്സ്പെക്റ്റ് ചെയ്യാം. സിംപ്ലസ്റ്റ് ഫോം ഓഫ് എ ഫ്രാക്ഷൻ. ഫ്രാക്ഷൻ നമുക്കറിയാം, പല രീതിയിൽ നമുക്ക് ഫ്രാക്ഷനെ എക്സ്പ്രസ് ചെയ്യാം. ഒരു ഫ്രാക്ഷന് തന്നെ പല ഈക്വലൻറ്റ് ഫോംസ് ഉണ്ട്. അതിൽ സിംപ്ലസ്റ്റ് ഫോം ഓഫ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ അറിയണം. ദെൻ ഈക്വലൻറ്റ് ഫ്രാക്ഷൻസ്. ആസ് ഐ സെറ്റ്, നമുക്ക് ഒരു ഫ്രാക്ഷന് തന്നെ ഒരുപാട് ഈക്വലൻറ്റ് ഫോംസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഈക്വലൻറ്റ് ഫ്രാക്ഷൻസ് എന്ന് അറിയണം. അതുകൂടാതെ നമുക്ക് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എ നമ്പർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1/4 ഓഫ് 25 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു നമ്പറിൻ്റെ ആ ഒരു ഫ്രാക്ഷണൽ പാർട്ട് എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് റിയൽ വേൾഡിൽ ഫ്രാക്ഷൻസ് കാണുന്നത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടും വേർഡ് പ്രോബ്ലംസും നമുക്ക് ഫ്രാക്ഷൻസിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ദെൻ മൂവിങ് ഓൺ ടു ദ തേർഡ് മെയിൻ ടോപ്പിക്, വിച്ച് ഇസ് ഫാക്ടേഴ്സ് ആൻഡ് മൾട്ടിപ്പിൾസ്. ഇത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പാർട്ടാണെന്ന് പറയാം. നമുക്കൊരു നമ്പറിൻ്റെ ഫാക്ടേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം, അതിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാനായിട്ട് നമ്മൾ അറിയണം. ആൻഡ് ദെൻ കോമൺ ഡിവൈസേഴ്സ് എന്തൊക്കെയാണ്, കോമൺ മൾട്ടിപ്പിൾസ് എന്തൊക്കെയാണ്. 2 നമ്പേഴ്സ് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർ 3 നമ്പേഴ്സ് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ഫാക്ടേഴ്സും മൾട്ടിപ്പിൾസും, കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സും മൾട്ടിപ്പിൾസും കണ്ടുപിടിക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് പറയാവുന്നൊരു കാര്യമാണ് LCM ആൻഡ് GCD, HCF. ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഏതാണ്, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഏതാണ്, ഈ ഒരു കാര്യവും നമ്മൾ ഈ ഒരു സെക്ഷനിൽ പഠിക്കേണ്ടതാണ്. ആൻഡ് പ്രൈം നമ്പേഴ്സിൻ്റെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രൈം നമ്പേഴ്സ് ഇരിക്കുന്നത്, വാട്ട് ആർ ദ പ്രൈം നമ്പേഴ്സ്, ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഏതാണ്, അലോങ് വിത്ത് ദാറ്റ് ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈംസിൻ്റെ പ്രോഡക്റ്റായിട്ട് എങ്ങനെയാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 12 എന്ന് പറയുന്ന നമ്പർ തന്നു കഴിഞ്ഞാൽ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 2 times 3. അതൊരു പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 12 എന്ന് പറയാം. അതുപോലെ നമ്പേഴ്സ് പ്രൈം ഫാക്ടറൈസ് ചെയ്യാനും അതിൻ്റെ ഓരോ പ്രൈമിൻ്റെയും പവർ എത്രയാണ് എന്നൊക്കെ പറയാനായിട്ടും നമുക്കിവിടെ സാധിക്കും. അപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ, പ്രൈം നമ്പേഴ്സ് എന്താണെന്നും ഒരു നമ്പറിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാനും അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ടോപ്പിക്ക്, ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ ആൻഡ് സ്ക്വയർ. 2 ഷേപ്സാണ് നമ്മൾ മെയിൻലി എടുത്തിരിക്കുന്നത്, റെക്റ്റാങ്കിളും സ്ക്വയറും. ഇതിന് രണ്ടിൻ്റെയും പെരിമീറ്ററും ഏരിയയും കാണാനുള്ള ഫോർമുലയുണ്ട്. അതുപോലെ തന്നെ ഒരു റെക്റ്റാങ്കിളിൻ്റെയും സ്ക്വയറിൻ്റെയും ഏരിയ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലെങ്ത്ത്, ബ്രെഡ്ത്ത്, സൈഡ് ഇത് തമ്മിലുള്ള റിലേഷൻസും ഏതിനായിരിക്കും ഒരേ ഏരിയ ഉള്ളത്, ഏതിനായിരിക്കും ഒരെണ്ണത്തിന് ലെങ്ത്ത് എങ്ങനെയായിരിക്കും, ബ്രെഡ്ത്ത് എങ്ങനെയായിരിക്കും, അത് തമ്മിൽ ഒരുപാട് റിലേഷൻസ് ഉണ്ട്. അതുപോലെ ഓരോ മെഷർമെൻറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഏരിയയിൽ ഉണ്ടാകുന്ന ചേഞ്ച്, സപ്പോസ് സ്ക്വയറിൻ്റെ സൈഡ് ഡബിൾ ആയാൽ ഏരിയ എങ്ങനെയായിരിക്കും ചേഞ്ച് ആവുന്നത്, അങ്ങനെ ഓരോന്നിൻ്റെയും മെഷർമെൻറ്റിലുണ്ടാവുന്ന ചേഞ്ച് ഏരിയനെയും പെരിമീറ്ററിനെയും എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് വേർഡ് പ്രോബ്ലംസ്, റിയൽ ലൈഫായിട്ട് ഒരു പാർക്ക്, ഒരു
വേറെ എന്തെങ്കിലും അതുപോലെ എന്തെങ്കിലും ഒരു ഷേപ്പ് റിയൽ വേൾഡിൽ കാണുന്ന ഒരു ഷേപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ പെരിമീറ്റർ കാണാനും ഏരിയ കാണാനും ബൗണ്ടറി ലെങ്ത് കാണാനും അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ദെൻ ഫിഫ്ത്ത് വൺ ഇസ് പാറ്റേൺസ്. പാറ്റേൺസ് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് നമ്പർ പാറ്റേൺസ് ഉണ്ടാവും, പിക്ചർ പാറ്റേൺസ് ഉണ്ടാവും. പിക്ചർ പാറ്റേൺസ് മീൻസ് ഒരു റീസണിങ് ടൈപ്പാണത്. നമുക്കൊരു 4 പിക്ചർ തന്നിട്ട് നെക്സ്റ്റ് പിക്ചർ എന്തായിരിക്കും എന്ന് പ്രെഡിക്റ്റ് ചെയ്യാവുന്ന രീതിയിൽ ഷേപ്സ് ഒക്കെ വെച്ചിട്ടുള്ള പാറ്റേൺസ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ നമ്പർ പാറ്റേൺസ്, ആൽഫബറ്റിക്കൽ പാറ്റേൺസ്, അങ്ങനെ കുറച്ച് പാറ്റേൺസ് ആയിരിക്കും ഈ ഒരു ടോപ്പിക്കിൻ്റെ കീഴിൽ നമുക്ക് വരുന്നത്. പല ടൈപ്പ് നമ്പേഴ്സിൻ്റെ പല ടൈപ്പ് പാറ്റേൺസ് കാണും. അപ്പോൾ തന്നിരിക്കുന്ന പാറ്റേണിൽ നെക്സ്റ്റ് നമ്പർ ഐഡൻറ്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഒരു പാറ്റേണിൽ ഓഡ് വൺ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു നമ്പർ കാണും, അത് ഐഡൻറ്റിഫൈ ചെയ്യുക. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് 1-2 സാമ്പിൾ ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ഫസ്റ്റ് വണ്ണിൻ വാട്ട് ഈസ് ദ ലീസ്റ്റ് നമ്പർ ഡിവിസിബിൾ ബൈ ഓൾ നമ്പേഴ്സ് ഫ്രം 1 to 6. 1 തൊട്ട് 6 വരെയുള്ള എല്ലാ നമ്പേഴ്സും കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പർ എന്താണ്? ഇതൊരു ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിളിൻ്റെ ഒരു കൺസെപ്റ്റ് വെച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വീട്ടിൽ ട്രൈ ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസറൊക്കെ കണ്ടുപിടിക്കാൻ നോക്കാം. ആൻഡ് സെക്കൻഡ് വൺ, റെക്റ്റാങ്കിൾ ഹാസ് എ ലെങ്ത് ഓഫ് 1 centimeter ആൻഡ് എ ബ്രെഡ്ത്ത് ഓഫ് 20 centimeter. You change the length to 2 centimeter and reduce the breadth to 10 centimeter. What happens to the area? ഇവിടെ നമ്മൾ എന്താണ് ചേഞ്ച് ഓഫ് മെഷർമെൻറ്റ്സ് എങ്ങനെയാണ് ഇതിനെ അഫക്റ്റ് ചെയ്യുന്നത്, ഏരിയനെ അഫക്റ്റ് ചെയ്യുന്നത്, അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ലെങ്ത് ഇത്ര കൂടി, ബ്രെഡ്ത്ത് ഇത്ര കുറഞ്ഞു, ഇൻക്രീസ് ഉണ്ടായി, ഡിക്രീസ് ഉണ്ടായി, ഏരിയയിൽ എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്തോ ഡിക്രീസ് ചെയ്തോ, അങ്ങനെ ഒരു ക്വസ്റ്റ്യനാണിത്. 2 കേസിലും ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ഇതിൽ നിന്ന് അറിയാൻ പറ്റും. ഇതാണ് ഒരു 2 സാമ്പിൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരാനുള്ളത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. സോ എല്ലാവരും നന്നായി പഠിച്ച് എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക് യു.